എല്ലാവർക്കും എനിക്ക് സ്വാഗതം കേട്ടോ. അപ്പം ഞാൻ ഇവിടെ എന്താ ചെയ്യുന്നതെന്നാണ്. അപ്പം ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഗാർഡനിൽ നിൽക്കുന്ന ഒരു വീഡിയോ ആണ് ഇത്. അപ്പം ഞാൻ ഇവിടെ ഫുൾ വീഡിയോസും കാണിച്ചു തരാം. ഇത് നിങ്ങൾ എന്താണെന്നായിരിക്കും മെയിനായിട്ട് കേൾക്കുന്നതല്ലേ. ഇതിൻ്റെ അകത്ത് ഒരാളുണ്ട്, അതാണ് എൻ്റെ ഡോറു, എൻ്റെ ക്യൂട്ടായിട്ടുള്ള. ഇതിവിടെ ഫുൾ കൃഷിയാണ് കേട്ടോ. അപ്പം ഞാൻ വന്നത് ഇവിടെ കുറച്ച് പൂ പറിക്കാനാണ്. അപ്പം ഞാൻ കുറച്ച് പൂ പറിച്ചിട്ടുണ്ട്. നമുക്കിനി കുറച്ച് പൂ കൂടെ പറിക്കാനുണ്ട്. പക്ഷെ അതെങ്ങനെ പറിക്കുന്നതെന്നറിയില്ല, എങ്ങനെ വീഴാൻ ചിലപ്പം ചാൻസ് കൂടുതലാണ്. ബിക്കോസ് അങ്ങ് അറ്റത്ത് കുറേ നിൽക്കുന്നുണ്ട്. ഇങ്ങനെ പറിക്കുന്നതല്ല. പിന്നെ ഇങ്ങനത്തെ പൂക്കളുണ്ട്, ഈ ടൈപ്പേ ഉള്ളൂ എൻ്റെ ഇനി. ഈ ടൈപ്പ് എനിക്കിഷ്ടമല്ല. എനിക്ക് ഇഷ്ടം ഇങ്ങനത്തേതാണ്. ഇങ്ങനത്തെ അപ്പം നല്ല മണവും കാണും, ഈ ടൈപ്പ്. യെസ്, അപ്പം നമുക്ക് പറിക്കാം. പക്ഷേ ഭയങ്കര ചൂട്. ഇവിടെ നല്ല കാറ്റിന് വളർത്തി വെച്ചിരിക്കുന്നത് നല്ല ഫ്രഷ് എയറും കിട്ടുന്നുണ്ട്. എന്നാലും നമുക്ക് നോക്കാം. അപ്പം എനിക്ക് വെക്കേഷൻ ആയതുകൊണ്ട് പിന്നെ ഞാൻ ഇങ്ങോട്ട് വെറുതെ കയറുന്നുള്ളൂ. പക്ഷേ എക്സാമിനൊന്നും വരുന്ന എനിക്ക് കയറാൻ പറ്റില്ല. വെക്കേഷൻ കഴിഞ്ഞപ്പോഴാണ് ഇപ്പം കുറേ പിച്ചിപ്പൂവും കൂടെ ഇവിടെ കഴിച്ച്. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടെ നിന്ന് പറിക്കാം. അപ്പോൾ ഒരു വീഡിയോയും കൂടെ ഇടാൻ വെച്ചു. അപ്പം നമുക്ക് പറിക്കാം. ഇവിടെ കുറേ മാങ്ങയൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ പറിച്ചുകൊണ്ടിരിക്കുകയാണ്. നോ, എൻ്റെ ബാസ്ക്കറ്റ് തറയിൽ പോയി. എന്ത് ചെയ്യണമെന്നല്ല, പക്ഷെ എൻ്റെ പൂ അത്രയും തറ വീണു. അപ്പം ഞാൻ വീണ്ടും ഇനി തറയിൽ പോയി ബാസ്ക്കറ്റ് എടുക്കേണ്ടി വരും. താഴത്തെ ഫ്ലോറിൽ പോയി താഴെ വീണ് പോയി കേട്ടോ. പക്ഷെ എനിക്കതെങ്ങനെ എടുക്കും? എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണ് പോയി. പക്ഷേ ജസ്റ്റ് മിസ്സിൽ പോയി. ഞാൻ വീണ്ടും താഴെ പോയി എടുക്കുകയാണ്. ബാസ്ക്കറ്റ് മുകളിൽ നിന്ന് താഴെ വീണു. ഞാൻ ചിന്തിച്ചില്ല, എൻ്റെ കാൽ കാരണമാണ്. ഇവിടെ എങ്ങനെ കയറുന്നതെന്തോ ദൈവമേ. എനിക്കിവിടെ ഭയങ്കര പേടിയാണ്. ബിക്കോസ് ഇവിടെ പാമ്പെല്ലാം വരുന്നൊക്കെ വെച്ചിട്ടാണ്. അല്ല, ഞാൻ ഇപ്പോൾ വീണതേ. ഓ മൈ ഗോഡ്. ഓക്കെ, അപ്പോൾ കഴിഞ്ഞ് നമുക്ക് വീണ്ടും പോയി അത് എടുത്തിട്ട് പോകാം. ഭയങ്കര ചൂട് കേട്ടോ അവിടെ. അവിടെ പോയി നിൽക്കുമ്പോൾ നല്ല ഫ്രഷ് എയർ കിട്ടുന്നുണ്ട്. നമുക്ക് നുള്ളി പറക്കാൻ വേറെ പക്കില്ല. എന്ത് കഷ്ടപ്പെട്ട് പറക്കി ഉണ്ടാക്കിയതെന്നറിയോ. നുള്ളി പറക്കേണ്ടി വരുന്ന അവസ്ഥയാക്കി. ഇനി ഞാൻ എന്തായാലും പറിക്കുന്നില്ല. നേരെ വീട്ടിലോട്ട് പോകാൻ പോകുക. മുള്ളുണ്ട് കേട്ടോ, ഭയങ്കര മുള്ളുണ്ട്. ഞാൻ പിന്നെ ഇവിടെ നല്ല ഫ്ലവറാണ്. പക്ഷേ ഇനി എനിക്ക് ഇന്ന് കുറവാണെന്നാണ് തോന്നുന്നത്. അത് എനിക്ക് തോന്നുന്നത് ഇന്നാണ് ആദ്യമായിട്ട് കായ്ച്ചത്, അതുകൊണ്ടായിരിക്കണം. ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് തോനെ കിട്ടുന്നതാണ്. സാധാ ഞാൻ ഡെയിലി ഇത് കെട്ടും. പക്ഷേ ഞാനിന്ന് പറിക്കുന്ന സൺഡേ പൂ പറിക്കാൻ പാടില്ലെന്ന് പറയുന്നത് എനിക്കറിയില്ല. ഞാൻ നാളെയും പറിക്കും. ഓക്കെ, ഇനി തൽക്കാലം എനിക്ക് ഇത്രയും മതി. അപ്പം ബൈ ബൈ. അപ്പോൾ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കില്ല.